ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആർഎസ്എസ് നേതാവിന്റെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് ഗുരുതര പരിക്ക്. കണ്ണൂർ നടുവിലിൽ ആർഎസ്എസ് താലൂക്ക് കാര്യവാഹക് ഷിബുവിന്റെ വീട്ടിലാണ് സ്ഫോടനം. ഷിബുവിന്റെ മകൻ ഗോകുൽ, അയൽവാസി ശിവകുമാറിന്റെ മകൻ രജിൻ രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അരയ്ക്ക് താഴെ ഗുരുതരമായി പരിക്കേറ്റ ഗോകുലിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി സന്തോഷ് എം ചേരുകയാണ്. സന്തോഷ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, ആർഎസ്എസിന്റെ ബോംബ് രാഷ്ട്രീയത്തിന് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇരയായിരിക്കുന്നത്. കണ്ണൂർ നടുവിൽ ആർഎസ്എസിന്റെ താലൂക്ക് കാര്യവാഹക് ഷിബുവിന്റെ വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത്. വീടിൽ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച സാധനങ്ങൾക്കിടയിൽ ബോംബ് കൂടി സൂക്ഷിച്ചിരുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ ബോംബ് പക്ഷിക്കൂട് ഉണ്ടാക്കാനായി കുട്ടികൾ സാധനങ്ങൾ പരതുന്നതിനിടെ ഈ ബോംബ് പൊട്ടിത്തെറിച്ചത്. ഉഗ്രസ്ഫോടനത്തിൽ ഷിബുവിന്റെ മകൻ 7 വയസ്സുകാരനായ ഗോകുലിനും അതോടൊപ്പം തന്നെ അയൽവാസി ശിവകുമാറിന്റെ മകൻ കജിൻ രാജ് 12 വയസ്സാണ് കജിൻ രാജിനുള്ളത്. ഗുരുതരമായി പരിക്കേറ്റു. ഷിബുവിന്റെ ആർഎസ്എസ് കാര്യവാഹക് ഷിബുവിന്റെ മകൻ ഗോകുലിന്റെ പരിക്ക് വളരെ ഗുരുതരമാണ്. അരക്ക് താഴ്പോട്ടേക്ക് തകർന്ന രീതിയിലാണ് ഉള്ളത്. ജനനേന്ദ്രിയത്തിനുൾപ്പെടെ സ്ഫോടനത്തിൽ കാര്യമായ ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഗോകുലിനെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 12 വയസ്സുകാരനായ കജിൻ രാജിനെ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. അല്പസമയത്തിനകം തന്നെ കണ്ണൂർ എസ്പി നേരിട്ടെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഉഗ്ര സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ കണ്ണൂരിലെ ആർഎസ്എസ് നടത്തുന്ന ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് ബോംബ് രാഷ്ട്രീയത്തിന് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണിപ്പോൾ ഇരയായിരിക്കുന്നത്. ആർഎസ്എസ് നേതാവിന്റെ മകന് തന്നെയാണ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. സന്തോഷ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഈ കുട്ടികളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് സ്ഫോടനമുണ്ടായത്. കുട്ടികൾ 2 പേരും കളിക്കുകയായിരുന്നു. ഇവർ പക്ഷിക്കൂട് ഉണ്ടാക്കാനായി പഴയ സാധനങ്ങൾ വീടിന് പുറകിൽ സൂക്ഷിച്ചിരുന്ന പഴയ സാധനങ്ങൾ വലിച്ചെടുക്കുന്നതിനിടയിലാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. ഉഗ്രസ്ഫോടനമാണ് നടന്നത് എന്നാണ് അയൽവാസികളെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ സ്ഫോടനത്തിൽ കുട്ടികൾ വലിയ രീതിയിൽ തന്നെ കുട്ടികൾക്ക് പരിക്കേറ്റു. 2 കുട്ടികളും അബോധാവസ്ഥയിലാകുന്ന സ്ഥിതി തന്നെ ഉണ്ടായി. ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ ആർഎസ്എസ് കാര്യവാഹക് ഷിബുവിന്റെ മകൻ 7 വയസ്സുകാരനായ ഗോകുലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഗോകുലിന്റെ അരയ്ക്ക് താഴ്പോട്ടാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഈ ഗോകുലിനെ ഏതായാലും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സന്തോഷ്, ആർഎസ്എസിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. ബോംബ് വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ള ഒരു തെളിവ് കൃത്യമായി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിന് ഇരയായേണ്ടി വന്നത് ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളാണ്. തീർച്ചയായും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആർഎസ്എസ് ബോംബ് നിർമ്മാണവും അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വവും നൽകുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ സംഘർഷമില്ലാത്ത ഒരു മേഖലയാണ് ഈ കണ്ണൂർ ജില്ലയിലെ നടുവിൽ എന്ന് പറയുന്ന പ്രദേശം. ആർഎസ്എസിന് സ്വാധീനമുള്ള മേഖലയാണ്. എന്നാൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളില്ലാത്ത ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഉഗ്ര സ്ഫോടനം ആർഎസ്എസ് നേതാവിന്റെ വീടിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ വീടിന് പുറകുവശത്ത് ബോംബുകൾ സൂക്ഷിച്ചിരുന്നു. ഉഗ്രശേഷിയുള്ള ബോംബുകൾ സൂക്ഷിച്ചിരുന്നു. ഇതാണ് കുട്ടികൾ കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചത്. ഈ ഉഗ്രസ്ഫോടനത്തിലാണ് കുട്ടികൾക്ക് പരിക്കേറ്റുള്ളത്. ഏതായാലും തീർച്ചയായും ആർഎസ്എസ് നേതൃത്വം തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. ഇത്തരത്തിൽ അക്രമ സംഭവത്തിലൂടെ 2 പിഞ്ചു കുട്ടികൾ ഇതിന് ഇരയായി അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ആർഎസ്എസ് നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് നേതാവിന്റെ വീട്ടിലുണ്ടായിട്ടുള്ള സ്ഫോടനം. വ്യക്തമാണ് സന്തോഷ്. ആർഎസ്എസ് നേതാവിന്റെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് ഗുരുതര പരിക്കുണ്ടായിരിക്കുന്നു. കണ്ണൂർ നടുവിൽ ആർഎസ്എസ് താലൂക്ക് കാര്യവാഹക് ഷിബുവിന്റെ വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് നൽകിയിരിക്കുന്നു. ശരത്, ഒടുവിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നു. പി എസ് ശ്രീധരൻപിള്ളയെ തള്ളിയാണോ കെ സുരേന്ദ്രനെ ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? എപ്പോഴായിരുന്നു പ്രഖ്യാപനം? വിശദാംശങ്ങൾ എന്താണ്?
ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശരത്തിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. വിവരങ്ങളുമായി ശരത് വരുന്നു. ശരത്, എന്താണ് വിശദാംശങ്ങൾ? രേഷ്മ, അല്പസമയം മുൻപ് പ്രഖ്യാപിച്ച ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. 11 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പട്ടികയിലാണ് കെ സുരേന്ദ്രന്റെ പേരുള്ളത്. നേരത്തെ ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി പട്ടികയിലും കേരളത്തിന്റെ ഏറ്റവും ഒഴിവുള്ള പത്തനംതിട്ട സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായില്ല. ഇതോടുകൂടി വലിയ പ്രതിസന്ധി തന്നെ ബി.ജെ.പിയിൽ ഉണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും കാര്യങ്ങൾ വഷളാകുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി ബി.ജെ.പി. തീരുമാനിച്ചത്. വലിയ തർക്കമായിരുന്നു പത്തനംതിട്ട സീറ്റിൽ ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നത്. പി.എസ്. ശ്രീധരൻപിള്ള തനിക്ക് സീറ്റ് വേണമെന്നുള്ള നിലയിലുള്ള നിർബന്ധ ബുദ്ധി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സമുദായ സമവാക്യങ്ങളൊക്കെ തന്നെ തനിക്ക് അനുകൂലമാണ്, NSSന്റെ പിന്തുണ തനിക്ക് അനുകൂലമാണ് എന്നുൾപ്പെടെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സീറ്റിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. എന്നാൽ NSS പിന്തുണയുണ്ട് എന്നുള്ള ശ്രീധരൻപിള്ളയുടെ അവകാശവാദമൊന്നും പരിഗണിക്കാൻ വേണ്ടി RSS തയ്യാറായില്ല. RSS പൂർണ്ണമായും കെ സുരേന്ദ്രന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇതോടുകൂടി കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും ബി.ജെ.പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥി എന്നത് ചൊവ്വാഴ്ച തന്നെ ഏകദേശ ധാരണയായിരുന്നു. എന്നാൽ പിന്നെയും കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പി.എസ്. ശ്രീധരൻപിള്ള തന്റെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധം വീണ്ടും രേഖപ്പെടുത്തിയതോടുകൂടി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മറ്റ് 13 മണ്ഡലങ്ങളും പ്രഖ്യാപിച്ച് 2-3 ദിവസത്തോളം ആയ ശേഷം ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാലതാമസം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ മറികടക്കാൻ വേണ്ടി കൂടി ലക്ഷ്യമിട്ടാണ് ഈ രീതിയിൽ വലിയ പ്രചരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തതുമായി ബന്ധപ്പെട്ട് വന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടിക പുറത്തിറക്കാൻ വേണ്ടി ദേശീയ നേതൃത്വം തയ്യാറായത്. രേഷ്മ, ഒപ്പം ശരത്, ഇത് വലിയ രീതിയിലുള്ള ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായെങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൂടുതൽ നീണ്ടുപോകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നില്ലേ? കാരണം ശ്രീധരൻ പിള്ളയെ തള്ളിക്കൊണ്ടാണല്ലോ ഇപ്പോൾ കെ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും രേഷ്മ, ആ ഒരു സാഹചര്യമാണ് ഇനി വഴി തുറന്നു വരാൻ വേണ്ടി പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി കെട്ടടങ്ങിയെന്ന് ഒരുപക്ഷെ ബി.ജെ.പിക്ക് മാധ്യമങ്ങൾക്ക് മുൻപിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുൻപിലും അവതരിപ്പിക്കാമെങ്കിലും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി.ജെ.പിയുടെ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാകും. വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ ശ്രീധരൻപിള്ളയ്ക്കെതിരായി വലിയ ഒരു നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രമുഖ നേതാക്കന്മാരും നിലവിൽ ബി.ജെ.പി. അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ നിലവിലെ സമീപനങ്ങളിൽ ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹം സ്വീകരിച്ച സമീപനങ്ങളിൽ വലിയ വിയോജിപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിയോജിപ്പ് കൃത്യമായും അദ്ദേഹത്തിനെതിരായി പ്രയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വേള ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർ തയ്യാറായേക്കില്ല. എന്നാൽ അതേസമയം തന്നെ അത് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതായാലും ശ്രീധരൻപിള്ളയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ ശ്രീധരൻപിള്ളയോട് കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രഖ്യാപനത്തിന് ശേഷവും ബി.ജെ.പിയുടെ ആഭ്യന്തര കലഹങ്ങൾക്കുള്ള സാധ്യതകൾ സജീവമാക്കി തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏത് രീതിയിലാണ് ഇതിനെ പുറമെ പ്രതിരോധിക്കാൻ വേണ്ടി ബി.ജെ.പി. തയ്യാറാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ ഈ പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവുമില്ല എന്നുള്ള അവകാശവാദമൊക്കെ തന്നെ ബി.ജെ.പി. നേതാക്കന്മാർ ആവർത്തിച്ച് ഉരുവിടുമ്പോഴും ആ രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പത്തനംതിട്ട ഒഴികെ ബാക്കി 13 സീറ്റുകളും പ്രഖ്യാപിച്ച തീരുമാനമുണ്ടായത്. അതിൽ നിന്ന് തന്നെ
ഈ വിഷയത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നാലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വൈകുന്നത് എന്നുൾപ്പെടെ പറഞ്ഞ് ന്യായീകരിക്കാനായിരുന്നു നേതാക്കൾ തയ്യാറായതെങ്കിലും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിനെ സംബന്ധിച്ച് പല മുതിർന്ന നേതാക്കന്മാരും പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ തന്നെ ഇത് വലിയ പ്രതിസന്ധി BJPയിൽ ഉണ്ടാക്കി എന്നുള്ളതിന്റെ കൃത്യമായ സൂചന നൽകുകയും ചെയ്തു. അത് ഏതായാലും വരുന്ന ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ദില്ലിയിലെ ഏതായാലും BJPയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിരിക്കുന്നു. ഇനി ഏത് രീതിയിലാണ് BJPയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ സംസ്ഥാനത്തെ ഘടകത്തിൽ ഏത് രീതിയിലാണ് ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക എന്നാണ് നോക്കിക്കാണേണ്ടത് ഏറ്റവും പ്രധാനമായും. ശരത്, സമുദായ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഒരുപക്ഷെ ഈ രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാനുള്ള ഒരു കാരണം കൂടിയായി ചില സാങ്കേതിക കാരണങ്ങളായി BJP നേതൃത്വം പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ആ ഒരു ഘടകം കൂടി ഈ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിട്ടുണ്ടോ? തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയെന്ന് പറയാനാകില്ല. RSSന് ശ്രീധരൻപിള്ളയേക്കാൾ താല്പര്യമുണ്ടായത് കെ സുരേന്ദ്രനോടാണ് എന്നുള്ളത് കൊണ്ടാണ് കെ സുരേന്ദ്രന് നറുക്കു വീണത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനമായും കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് RSS താല്പര്യപ്പെട്ടതുപോലെ വലിയ സംഘർഷങ്ങൾക്ക് കോപ്പുകൂട്ടിയ പ്രധാനപ്പെട്ട നേതാവ് കെ സുരേന്ദ്രൻ തന്നെയാണ്. അതിന്റെ പരിഗണന RSS കെ സുരേന്ദ്രന് നൽകിയതിന്റെ ഭാഗമായാണ് പത്തനംതിട്ടയിൽ തന്നെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ സംഘർഷ സാധ്യത സംഘർഷം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദി എന്നുള്ള നിലയിൽ കെ സുരേന്ദ്രന് അവിടെ BJP വലിയ സ്വീകാര്യത BJPയിലുണ്ട്. അതിന്റെ പുറത്ത് RSSന്റെ പിന്തുണയോടുകൂടി കെ സുരേന്ദ്രൻ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അത് കൃത്യമായും NSS ഏത് രീതിയിൽ ഇനി കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ NSS പൂർണ്ണമായും PS ശ്രീധരൻപിള്ളയോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തത്. ശ്രീധരൻപിള്ള ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതും തനിക്കാണ് NSSന്റെ പിന്തുണ എന്നുള്ളതായിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. കെ സുരേന്ദ്രനാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ എന്ന പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയോട് പിന്നാക്ക വിഭാഗക്കാരൻ എന്നുള്ള നിലയിലേക്ക് പരിഗണിച്ചുകൊണ്ട് NSS നേരത്തെ കാട്ടിയ ആ അടുപ്പം BJPയോട് കാട്ടിയ അടുപ്പം ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ നിർണായകമായി നോക്കിക്കാണേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ സമുദായ സമവാക്യങ്ങളൊന്നും തന്നെ BJPക്ക് അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അനുകൂലമായി പരിഗണിച്ചുകൊണ്ടല്ല ഇത്തരമൊരു തീരുമാനം ഉണ്ടായത്. മറിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട PS ശ്രീധരൻപിള്ള പ്രതികരിച്ചിരുന്നു. എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയത്? രേഷ്മ, ശ്രീധരൻപിള്ള സംസ്ഥാനത്ത് വിവിധ പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലും അതുപോലെ തന്നെ അല്പസമയം മുൻപും ഒക്കെ തന്നെ താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ല എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ന്യായീകരണമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്ന് അല്പസമയം മുൻപും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ. മറിച്ച് കൃത്യമായും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സംസ്ഥാന തലം മുതൽ ദേശീയ തലം വരെയുള്ള നീക്കങ്ങളൊക്കെ തന്നെ PS ശ്രീധരൻപിള്ള നടത്തിയിരുന്നു. അത് ഫലവത്താകാതെ അത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയായിരുന്നു ശ്രീധരൻപിള്ള തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പാർട്ടിയെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത്. ഏതായാലും PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പരസ്യമായി ഒരു എതിർപ്പ് പ്രകടമാക്കാനുള്ള സാധ്യതയില്ല. കാരണം BJP അദ്ദേഹത്തിന്റെ നിലനിൽപ്പ്, അദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നതുകൊണ്ട് പരസ്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകാൻ സാധ്യതയില്ല. എന്നാൽ അതിന്റെ ഭാഗമായി ചില വിഭാഗീയതകളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ മറനീക്കി വരുമെന്നുള്ളത് ഉറപ്പാണ്. രേഷ്മ, ശരത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ചരടുവലികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഈ പത്തനംതിട്ട സീറ്റിലെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ BJP പട്ടിക പ്രഖ്യാപിച്ച് കെ സുരേന്ദ്രൻ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു BJPയുടെ പ്രമുഖ നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. ഒരുപക്ഷെ ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉണ്ട്. ശബരിമല വിഷയം ഒരു രീതിയിലും തെരഞ്ഞെടുപ്പിൽ വിഷയമാകരുത്, അതുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ അടക്കം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സുരേന്ദ്രനെ ഈ രീതിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ആ ഒരു ലക്ഷ്യവും കൂടി ഒരുപക്ഷെ BJP മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമോ?
തീർച്ചയായും കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ ആ ഒരു ശബരിമല വിഷയം വീണ്ടും സജീവമാക്കി നിർത്താനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് എന്ന് വേണം സംശയിക്കാൻ. BJP വലിയ തോതിൽ കരുതുന്നത് BJPക്ക് പത്തനംതിട്ടയിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഈ ശബരിമല വിഷയത്തിന് ശേഷം അത് അനുകൂലമായി മാറും എന്നുള്ള വിലയിരുത്തലാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രണ്ട് നേതാക്കന്മാരും പ്രധാനമായും PS ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കാനുള്ള ശാഠ്യം പിടിക്കുകയും ചെയ്തത്. അതിൽ കെ സുരേന്ദ്രന് പരിഗണന ലഭിക്കാൻ കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുകയും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വലിയ ആ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയായിരുന്നു കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന്റെ ഭാഗമായി അദ്ദേഹം ഏറെ കാലം ജയിലിലും കഴിയേണ്ടി വന്നിരിക്കുന്നു. അതൊക്കെ തന്നെ ക്യാമ്പയിൻ ആയി ഉപയോഗിക്കാമെന്നുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ അല്പസമയം മുൻപാണ് വന്നത്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുമെന്നതിനെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ പ്രത്യേകമായി ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായും അത്തരമൊരു നീക്കത്തിൽ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. എന്നാൽ അതേസമയം തന്നെ കൃത്യമായും BJPയും RSSും BJPയേക്കാൾ RSS ലക്ഷ്യമിടുന്നത് ഈ വിഷയത്തിൽ പൂർണ്ണമായും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ള നേതാവിനെ തന്നെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ഇറക്കുന്നതും. ശരത്, മറ്റൊരു കാര്യം, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എല്ലാ പിന്തുണയും അനുകൂല നിലപാട് തന്നെയാണ് സുരേന്ദ്രൻ നൽകുന്നത് എന്ന് ശ്രീധരൻപിള്ള പറയുമ്പോൾ പോലും ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും ചില സമയത്ത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ BJPയിലെ ഒരു രാഷ്ട്രീയ ചേരിതിരിവ് ഒരുപക്ഷെ ഇനി ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കില്ലേ? തീർച്ചയായും രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ BJPയുടെ സംസ്ഥാന ഘടകം മുതൽ താഴെ ഘടകം വരെ എല്ലായിടങ്ങളിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ തന്നെ PS ശ്രീധരൻപിള്ളയ്ക്കെതിരായ നീക്കങ്ങൾ സജീവമാക്കി നിലനിർത്തിയിരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വളരെ സജീവമായി V മുരളീധര പക്ഷം നടത്തിയിരുന്നു. അത് ഒരിക്കൽ കൂടി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം V മുരളീധര പക്ഷത്തിനും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാര്യമായ പരിഗണന കിട്ടിയിട്ടില്ല. പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C കൃഷ്ണകുമാർ ഒഴികെ മറ്റൊരാളും V മുരളീധര പക്ഷത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടില്ല. അതൊക്കെ തന്നെ ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പലയിടങ്ങളിലും പ്രചരണത്തെ ബാധിക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തിയാകുമ്പോൾ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു BJP 5ഓളം മണ്ഡലങ്ങളിൽ കാര്യമായി കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്താണോ ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് കൊല്ലം മണ്ഡലത്തിൽ ഒരു പരിചയവുമില്ലാത്ത സ്ഥാനാർത്ഥിയെ BJP കെട്ടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോഴിക്കോട് സ്ഥാനാർത്ഥിയുടെ സാഹചര്യവും ഇത് തന്നെയാണ്. കോഴിക്കോട് യാതൊരു മണ്ഡലവുമായി ഒരു പരിചയവുമില്ലാത്ത നേതാവിനെ പിടിച്ച് അവിടെയും സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ തന്നെ വടകരയിൽ കഴിഞ്ഞ തവണ 2014 BJP പ്രവർത്തകർ തന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആവശ്യപ്പെട്ട നേതാവിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ രീതിയിലെല്ലാം തന്നെ കൃത്യമായും ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസിനെ സഹായിക്കാൻ 5ഓളം മണ്ഡലങ്ങളിൽ BJP കാര്യമായി തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തട്ടിപ്പ് കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങൾ വലിയ തിരിച്ചടിയാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിനെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം 1, അതുപോലെ തന്നെ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തമ്മിലടിച്ചത് രണ്ടാമത്തെ വിഷയം. ഇതൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങളാണ്. അത് ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് BJP ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിന് രാഷ്ട്രീയമായ കൃത്യമായ ഒരു മറുപടി നൽകാൻ BJPക്ക് സാധിച്ചിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് എന്നത് മാത്രമായിരുന്നു പറഞ്ഞത്. അത് എത്രത്തോളം ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഫലവത്തായി
പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുവാൻ വേണ്ടി പറ്റില്ല. ഏതായാലും BJPയുടെ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിരിക്കുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും BJPക്ക് സംസ്ഥാനത്ത് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും ഈ ഒരു വലിയ പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനത്ത് ഈ രീതിയിൽ ഏറ്റവും പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. രേഷ്മ, വ്യക്തമാണ്. ശരത്, പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. അല്പസമയം മുൻപ് BJP പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രനാണ് പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുക. PS ശ്രീധരൻപിള്ളയെ കടത്തിവെട്ടിയാണ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് AICC നേതൃത്വമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് ഇത് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും നാളെ ആയിരിക്കും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുക എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്പസമയം മുൻപ് പറഞ്ഞത്. വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, അമേഠിയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ വയനാട് മത്സരിപ്പിക്കാൻ AICC നേതൃത്വം ആലോചിക്കുന്നത്. 2 ആഴ്ച മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിച്ചിരുന്നു. കേരളത്തെ കൂടാതെ കർണാടകയിലെ മണ്ഡലങ്ങൾ പരിശോധിച്ചു. പക്ഷേ ഘടകകക്ഷികളുടെ പിന്തുണയൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് വയനാട് തീരുമാനിച്ചത്. കാരണം അമേഠിയിൽ 2004 മുതൽ മത്സരിക്കുമ്പോൾ ലഭിച്ച ഭൂരിപക്ഷം ഒന്നും ഇപ്പോൾ 2014 ഏറ്റവും അവസാനം മത്സരിച്ചപ്പോൾ ലഭിച്ചില്ല. അത് മാത്രമല്ല, 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം പൂർണ്ണമായി. അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ സീറ്റുകൾ ഒന്നിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനായില്ല. കൈവശമുണ്ടായിരുന്ന 3 സിറ്റിംഗ് സീറ്റുകളായ സലോൺ, ജഗദീഷ്പൂർ, ഗൗരിഗഞ്ച് നിയമസഭാ സീറ്റുകളും നഷ്ടമാവുകയും ചെയ്തു. അമേഠി, തിലോയ് നിയമസഭാ സീറ്റാകട്ടെ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് പോലും എത്തിയില്ല. ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ അമേഠിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ അത് UPയിലെങ്ങും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് 2ാം സീറ്റ് എന്ന നിലയിൽ വയനാട് പരിഗണിച്ചത്. AICC നേതൃത്വത്തോട് AICC നേതൃത്വം കേരള ഘടകത്തോട് നിലപാട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും BJPക്കെതിരെ പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ നിർണായകമായ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് UPയിൽ നിന്നും രക്ഷ തേടി കേരളത്തിലെത്തുന്നത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കോൺഗ്രസ് ഏറെ പ്രയാസപ്പെടും. മുഖ്യ എതിരാളിയായ BJPയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. വ്യക്തമാണ് സന്തോഷ്. അമേഠിയിലെ പരാജയ ഭീതി കണക്കിലെടുത്ത രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ ആലോചിച്ച AICC നേതൃത്വം 2009 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2014 1 ലക്ഷമായി കുറഞ്ഞിരുന്നു. 2017 അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസ് വിജയിക്കാനാകാത്തതും രാഹുലിനെ വയനാട്ടിലേക്ക് മാറ്റാൻ കാരണമായി. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്ത തള്ളാതെ AICC KPCC ആവശ്യം മുന്നോട്ട് വെച്ചു. ഇത് പരിഗണനയിലാണ്. എന്നാൽ അമേഠി തന്നെയാകും രാഹുലിന്റെ കർമ്മഭൂമിയെന്നും കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു. The Kerala PCC unit, Kerala Congress workers and leaders and people of Kerala have urged upon Shri Rahul Gandhi to contest from a seat in Kerala, Wayanad or any other seat. All that I am pointing out to you, we thank them for the immense affection, for the respect, as also for the desire with which they have urged Shri Rahul Gandhi. Rahul ji on more than one occasion has said, Amethi is his Karam Bhumi and shall always remain so. However, every time such a request or proposal comes, as desired by people of a particular state, in this case Kerala, we humbly bow and we say, we thank you for your respect, affection and desire, and Congress President will consider it in the same fashion. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. 2019 നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ അഭിമാനഭാജനമായ അഭിമന്യനായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ഏറെ
സന്തോഷകരമായ ഇത്തരമൊരു ആഗ്രഹം, ഒരപേക്ഷ, അഭ്യർത്ഥന അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു.